പ്രൈസ് ദി ലോർഡ്. ചില നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ നാം മുന്നോട്ട് വരുമ്പോൾ അതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുവാൻ ചിലരൊക്കെ മുന്നിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരു കാട്ടിൽ എങ്ങനെയോ തീ കത്തി. ആ തീ ആളി പടർന്ന് കാട് മുഴുവനും വ്യാപിക്കുവാൻ തുടങ്ങിയപ്പോൾ കാട്ടിലെ സകല മൃഗങ്ങളും ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. ആ സമയത്ത് ഒരു ചെറു കുരുവി അത് വേഗത്തിൽ ഓടി അടുത്തുള്ള തോട്ടിൽ പോയി തൻ്റെ കൊക്കിൽ കൊള്ളുന്ന ജലം എടുത്തു കാട്ടുതീയിലേക്ക് ഒഴിക്കുവാൻ തുടങ്ങി. ഇത് കണ്ടുനിന്ന മറ്റൊരു മൃഗം ആ കിളിയെ പരിഹസിച്ചു. നീ എന്ത് വെട്ടിത്തരം കാണിക്കുന്നത്? നിന്റെ കൊക്കിൽ കൊള്ളുന്ന വെള്ളം കൊണ്ട് കാട്ടിലെ തീ അണയുമോ? അപ്പോഴാണ് ആ കുരുവി ആ മൃഗത്തോട് ഇപ്രകാരം പറഞ്ഞത്, എൻ്റെ കൊക്കിൽ കൊള്ളുന്ന വെള്ളം കൊണ്ട് ഈ കാട്ടിലെ തീ അണയ്ക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അത് അണയുമോ അണയില്ലോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നാളെ ഒരു സമയം കാടിൻ്റെ ചരിത്രം എഴുതുമ്പോൾ തീ കൊളുത്തിയവരുടെ കൂട്ടത്തിലല്ല, തീ അണയ്ക്കാൻ കൂടെ നിന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. യാക്കോബിന്റെ ലേഖനം 4:17, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തത് അത് പാപം തന്നെ. അതെ, നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുവാൻ നമുക്ക് കഴിവും ആരോഗ്യവും സാമ്പത്തികവും എല്ലാം ഉണ്ടെങ്കിൽ അതിനെ മടി കാണിക്കരുത്. നാം ഒരുവന് നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് ചെയ്യുന്നതിന് തുല്യമാണ്. അതെ, ഈ പ്രഭാതം നിങ്ങളെ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ആമേൻ.